സോഹോ ബുക്സിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ റിപ്പോർട്ട്സ് എന്നുള്ള മോഡ്യൂളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഏതൊക്കെ റിപ്പോർട്ട്സ് ആണ് സോഹോ ബുക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. സോഹോ ബുക്സ് ഓരോ കാറ്റഗറി ബേസിലാണ് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കാറ്റഗറീൻ്റെ നെയിം ഉണ്ടാവും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു റിപ്പോർട്ടിനെ ഇതുപോലെ സ്റ്റാർ ബട്ടൺ കൊടുത്തിട്ട് ഫേവറേറ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേവറേറ്റിൽ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് ഇവിടേക്ക് വരും. അടുത്തത് കസ്റ്റം റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു സെയിൽ ബൈ സെയിൽസ് പേഴ്സൺ എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കത് ഒരു കസ്റ്റം റിപ്പോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കസ്റ്റം റിപ്പോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കസ്റ്റം റിപ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഏതൊക്കെ റിപ്പോർട്ടാണോ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടേക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതിനുശേഷം ഷെഡ്യൂൾഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ്മെൻറ്റിനൊക്കെ റിപ്പോർട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് എപ്പോഴും ആ റിപ്പോർട്ട് നമ്മുടെ മെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ 10 മണിക്ക് തലേദിവസത്തെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിൽ റിപ്പോർട്ട് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് നമുക്ക് വരുന്നുണ്ടാവും. അതാണ് ഈ ഷെഡ്യൂൾഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് ബിസിനസ് ഓവർവ്യൂ റിപ്പോർട്ടാണ്. ഇതിൽ നമുക്കുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഇത്രയാണ്. ഇതിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 3 ടൈപ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ വെർട്ടിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഷെഡ്യൂൾ 3 പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ വെർട്ടിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇതിൽ സോഹോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ സെയിൽ ഇൻകം, അതേപോലെ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ്, അതിനുശേഷം ഓപ്പറേറ്റിംഗ് ഇൻകം, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ്, ഈ ഒരു രീതിയിലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിരിക്കും. നമ്മൾ ടാലിയിൽ അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയറിലൊക്കെ കാണുന്നത് പോലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ലെഫ്റ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ആ ഒരു മെത്തേഡിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കോസ്റ്റ് ഓഫ് സെയിലാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഹൊറിസോണ്ടലും അതേപോലെ തന്നെ ഷെഡ്യൂൾ 3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സിമിലർ ആണ് നമ്മുടെ വെർട്ടിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട്. ബാലൻസ് ഷീറ്റും ഇതേപോലെ തന്നെ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ്, ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റ്, ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റ്. ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന കാറ്റഗറീനെ ബേസ് ചെയ്ത് അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ടാവും. അടുത്ത റിപ്പോർട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോഹോ ഫോളോ ചെയ്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും മൈനസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബാക്കിയെല്ലാം വന്നിട്ടുണ്ടാവുക. ഒരു ഡയറക്റ്റ് അലോക്കേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അടുത്തത് മൂവ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ളതാണ്. ക്യാപിറ്റൽ മൂവ്മെൻറ്റിൻ്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സെയിൽ റിപ്പോർട്ടിലേക്ക് നോക്കുമ്പോൾ 3 റിപ്പോർട്ടാണ്. കസ്റ്റമർ വൈസ് സെയിൽ, ഐറ്റം വൈസ് സെയിൽ, സെയിൽസ് പേഴ്സൺ വൈസ് സെയിൽ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെയിൽ പേഴ്സൺ വൈസ് സെയിലാണ്. നമ്മളിപ്പം നമ്മുടെ സെയിൽ എംപ്ലോയിക്ക് കമ്മീഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കും കമ്മീഷൻ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു എംപ്ലോയിനെ ടാഗ് ചെയ്യാം എന്നുള്ളത്. ആ ടാഗ് ചെയ്യുന്ന റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കും ഇവരുടെ പേരുണ്ടാവും, അവരുടെ സെയിൽ എമൗണ്ട് ഉണ്ടാവും, സെയിൽസ് റിട്ടേൺ ഉണ്ടാവും, അതേപോലെ തന്നെ നെറ്റ് സെയിൽസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ എന്നുള്ളതിൽ വരുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഐറ്റം വൈസ് സെയിൽസും. ഐറ്റം വൈസിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ എമൗണ്ടും ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. കസ്റ്റമർ വൈസ് സെയിലാണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ പേര്, അവരുടെ ഇൻവോയ്സ് കൗണ്ട്, ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ റിപ്പോർട്ടിലുള്ളത്. അടുത്തത് ഇൻവെൻറ്ററി റിപ്പോർട്ടാണ്. സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സിമ്പിൾ ഇൻവെൻറ്ററി ട്രാക്കിംഗ് ഈ സോഹോയിൽ പറ്റുള്ളൂ. നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു, എത്ര സെയിൽ ചെയ്തു, നമ്മുടെ കയ്യിൽ ബാക്കി എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻവെൻറ്ററി ട്രാക്കിംഗ് മാത്രമേ സോഹോ ബുക്സ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻവെൻറ്ററി റിപ്പോർട്ട്സും ലിമിറ്റഡ് ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ഇൻവെൻറ്ററി സമ്മറിയാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി ഓർഡേർഡ്, ക്വാണ്ടിറ്റി ഇൻ, ക്വാണ്ടിറ്റി ഔട്ട്, ദെൻ അവൈലബിൾ ഫോർ സെയിൽ. ഈ കമ്മിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽ ഓർഡർ സെയിൽസ് ഓർഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാതെ അവിടെ കമ്മിറ്റഡ് ആയി കിടക്കുന്ന സ്റ്റോക്ക് ആയിരിക്കും ഇവിടെ കമ്മിറ്റഡ് സ്റ്റോക്കിൽ വരുന്നുണ്ടാവുക. അടുത്തത് സോഹോ ബുക്സിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ പറയുന്ന ഒരേ ഒരു റിപ്പോർട്ടേ ഉള്ളൂ, ഇൻവെൻറ്ററി വാല്യുവേഷൻ സമ്മറി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ വാല്യൂവും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അടുത്ത ഇമ്പോർട്ടൻ്റ് റിപ്പോർട്ടാണ് പ്രൊഡക്റ്റ് സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മാർജിൻ കാണിക്കും. ടോട്ടലായിട്ട് ആ പ്രൊഡക്റ്റിന് ഇൻവോയ്സിൽ വന്നേക്കുന്ന മാർജിനാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ 50 ആണ് കാണിക്കുന്നത്. അടുത്ത റിപ്പോർട്ട് സെഷനിലേക്ക് പോവുകയാണെങ്കിൽ റിസീവബിൾസ് റിപ്പോർട്ടാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏജിങ് റിപ്പോർട്ട്സ് ആണ്.
ഏജിംഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഡ്യൂ ഡേറ്റിനെ ബേസ് ചെയ്തായിരിക്കും ഈ സമ്മറി ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് കാണാം കറണ്ട് ഡേറ്റ്, ഇപ്പം ഇവിടെ 45 ഡേയ്സ്, 30 ഡേയ്സ്, 15 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറൈസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഇൻവോയ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അടുത്ത റിപ്പോർട്ടാണ് കസ്റ്റമർ ബാലൻസ് സമ്മറി എന്നുള്ള റിപ്പോർട്ട്. ഓഡിറ്റിന്റെ സമയത്തൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അക്കൗണ്ട് റിസീവബിളിന്റെ സ്പ്ലിറ്റപ്പ് കാണണമെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ട് എടുത്ത് ചെക്ക് ചെയ്താൽ മതിയാവും. ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു കസ്റ്റമറിന്റെ ടോട്ടൽ ഇൻവോയ്സ്ഡ് എമൗണ്ട് നമ്മൾ എത്ര അവർ നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര ബാലൻസ് നമ്മൾ റിസീവ് ചെയ്യാനായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനായിട്ടുണ്ട്. ക്രെഡിറ്റും ഡെബിറ്റും ഈ റിപ്പോർട്ടിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അടുത്തൊരു റിപ്പോർട്ടാണ് പേയ്മെന്റ് റിസീവ്ഡ് റിപ്പോർട്ട്. ഇതിൽ നമ്മൾ പേയ്മെന്റ് കളക്ട് ചെയ്തതിന്റെ റിപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ടാണ് വെൻഡർ ബാലൻസ് സമ്മറി. ഞാൻ കസ്റ്റമേഴ്സിന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെൻഡേഴ്സിന് കൊടുത്ത എമൗണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ ബില്ലിന് എമൗണ്ട്, ഇനി നമ്മൾ എത്ര കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാനുണ്ട്, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് ഈ റിപ്പോർട്ടിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വെൻഡേഴ്സിന്റെ ഏജിംഗ് റിപ്പോർട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ബിൽ ഡീറ്റെയിൽസ് എന്നൊരു റിപ്പോർട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പർച്ചേസ് ബിൽസിന്റെ ഒരു റിപ്പോർട്ടാണ് ബിൽസ് ഡീറ്റെയിൽസ് എന്നുള്ള റിപ്പോർട്ട്. അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻസിൻ്റെയും അതേപോലെ തന്നെ പർച്ചേസിൻ്റെ റിപ്പോർട്ടാണ് ഈ പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് എന്നുള്ള റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് പർച്ചേസ് ബൈ ഐറ്റം വൈസും വെൻഡർ വൈസും ഉള്ള പർച്ചേസ് റിപ്പോർട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ബേസ് ചെയ്തും റിപ്പോർട്ടുണ്ട്. ദെൻ ടാക്സ് റിപ്പോർട്ട്സ്. ഇതിലാണ് ടി ഡി എസിൻ്റെയും ടി സി എസിൻ്റെയും റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ജി എസ് ടി റിപ്പോർട്ട്സ്. ഈ സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ എന്നുള്ള റിപ്പോർട്ടാണ് GSTR 1 എന്നുള്ളത്. ഇത് നമ്മൾ എക്സലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഷീറ്റ് വൈസ് നമുക്ക് B2B, B2C സെയിൽസ് സെപ്പറേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ HSMY സമ്മറിയും അവൈലബിൾ ആണ്. അടുത്ത റിപ്പോർട്ടാണ് 3B റിപ്പോർട്ട്, GSTR 3B സമ്മറി. സോഹോ സെറ്റ് ചെയ്തിരിക്കുന്നത് GST വെബ്സൈറ്റിൽ അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്. ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ്, നെറ്റ് പേയബിൾ, അത് നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സമ്മറി ഓഫ് ഇൻവേർഡ് സപ്ലൈ ആണ് GSTR 2 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് B2B, B2C വൈസ് സെയിൽ ഒരു രീതിയിലായിരിക്കും റിപ്പോർട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ബാങ്കിങ് എന്ന് വരുന്നതിലുണ്ടാവുക ബാങ്കിൻ്റെ റീകൺസിലേഷൻ സ്റ്റാറ്റസ് ആയിരിക്കും. നമ്മൾ റീകൺസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. അടുത്ത് വന്നിട്ട് അക്കൗണ്ടിംഗ് എന്നുള്ള മോഡ്യൂളിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള ബേസിക് റിപ്പോർട്ട്സ് ആണ്. ട്രയൽ ബാലൻസ്, ജനറൽ ലെഡ്ജർ, ഡേ ബുക്ക്, അതേപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, ഈ ടൈപ്പ് സമ്മറി, ഈ കാര്യങ്ങളൊക്കെ. ഇതിൽ ട്രയൽ ബാലൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡെബിറ്റും ക്രെഡിറ്റും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെയും നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇനി വേറൊരു റിപ്പോർട്ടാണ് ആക്ടിവിറ്റി ലോഗ്സിൽ ആക്ടിവിറ്റി ലോഗ്സ് ആൻഡ് ഓഡിറ്റ് ട്രയൽ എന്നുള്ള റിപ്പോർട്ട്. ഓഡിറ്റ് സമയത്തൊക്കെ മാൻഡേറ്ററി ആയിട്ട് പറയുന്ന റിപ്പോർട്ടാണിത്. ഇത് സോഹോയിൽ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെ റിപ്പോർട്ടുണ്ട്. ഇതിൽ സോഹോ ക്യാപ്ചർ ചെയ്യുന്നത് ഓരോ യൂസറും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാം ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്താലും അപ്ഡേറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്താലും സോഹോ ബുക്സ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടാണ് ഇവിടെ സോഹോ പ്രസന്റ് ചെയ്യുന്നത്.